കഥ ചിരുത. രചന ബിജു പി കൊഴുമൽ. ശബ്ദം ജയശ്രീ കുണ്ടൂളി. മഴ തോർന്നു നിന്ന ആ സന്ധ്യയിൽ ആകാശം ചെമ്പരത്തിച്ചോര പോലെ ചുവന്നു. ചേമന്റെ കുടിലിന്റെ മുറ്റത്ത് കാലമൊന്ന് മുട്ടുകുത്തി നിന്നു. മുറ്റത്ത് കോലോത്തെ വലിയ കാര്യസ്ഥന്റെ വെറ്റിലച്ചപ്പും കറുത്ത കുടയും പല്ലിളിച്ചു നിന്നു. കൂടെ രണ്ട് ഏറാൻ മുളികളും തമ്പ്രാന്റെ നിഴലുകൾ. ചേമൻ മണ്ണിനോട് ഒട്ടിയവൻ കൈകൂപ്പി നിന്നപ്പോൾ അവന്റെ നട്ടെല്ല് ഒരു ചോദ്യചിഹ്നം പോലെ വളഞ്ഞു. എന്താ കാര്യസ്ഥരെ ഇത്ര ദൂരം ഈ എളിയവന്റെ കുടിലിലേക്ക്? കാര്യസ്ഥന്റെ വെറ്റിലക്കറ പുരണ്ട പല്ല് പുറത്തു വന്നു. ശവം തിന്നുന്ന കഴുകന്റെ ചിരി നിറഞ്ഞു. തമ്പുരാന് നിന്നോട് ഒരു ഇതുണ്ട് ചേമാ. നിന്റെ മോൾ ചിരിതയെ കോലോത്തേക്ക് വേണം. തമ്പുരാന്റെ മഹിമ കാക്കാൻ. വംശം നിലനിർത്തണ്ടേ, വംശം. 70കാരന്റെ ഉണങ്ങിയ വേരിൽ 14കാരിയുടെ ചോര നനച്ച് മുളപ്പിക്കേണ്ട വംശം. ചേമന്റെ നെഞ്ച് മൺകരം പോലെ ഉടഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവന്റെ വായ പണ്ടേ മൂടിയതല്ലേ. ജ്യോത്സ്യവിധിയാണ് ചേമ. ആണൊരുത്തൻ പിറന്നില്ലെങ്കിൽ കോലോ മുടിയും. തറവാട് മുടിഞ്ഞാൽ നീയും നിന്റെ കുടിയും ഈ മണ്ണിൽ കാണില്ല. ഓർമ്മ വേണം. എല്ലാം തമ്പ്രാന്റെ കുപ്പായക്കേശയിൽ തിരുകിയ മേലാള വാക്കുകൾ പോലെ ചേമന്റെ കുടിലിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും അകത്തെ അരണ്ട വെളിച്ചത്തിൽ ചിരുത അവളുടെ കറുത്ത പാവക്കുട്ടിയെ ചേർത്തു പിടിച്ചു നിന്നു. കാര്യസ്ഥൻ അവളെ നോക്കി. കഴുകൻ കോഴിക്കുഞ്ഞിനെ നോക്കുന്ന നോട്ടം. നീ തമ്പ്രാട്ടി ആവാൻ പോകുക പെണ്ണേ. അവൾ കാര്യമറിയാതെ അമ്മയുടെ കീറിയ മുണ്ടിന്റെ തണുപ്പിൽ ഉൾവലിഞ്ഞു നിന്നു. പിറ്റേന്ന് കാലത്ത് കുടിലിന്റെ പുറത്ത് മഞ്ചൽ വന്നു. വെള്ള പുതച്ച ശവമഞ്ചം പോലെ. ചിരുതയെ കുളിപ്പിച്ചു. ചാന്ത് തൊട്ടു. കഴുത്തിൽ സ്വർണം, കാതിൽ കമ്മൽ, കാലിൽ ചാർത്തിയ വെള്ളിക്കൊലുസിന് മേലാളരുടെ അധികാര ഗർജനത്തിന്റെ മണിയൊച്ചയായിരുന്നു. എങ്കിലും അവൾക്കത് ഇമ്പമായിരുന്നു. കാര്യമറിയാത്തവളുടെ നിസ്സഹായതയോർത്ത് ചേമൻ തല കുമ്പിട്ടു നിന്നു. അയാളുടെ കണ്ണീർ ഒരു വിത്തും മുളയ്ക്കാത്ത മണ്ണിലേക്ക് ചുട്ടുപൊള്ളി പടർന്നു. ചിരുത മഞ്ചലിൽ കയറി. കൂടെ കളിക്കാൻ കാത്തുനിന്ന കുഞ്ഞിപ്പെണ്ണ് ഓടി വന്നു. ചിരുതേ, നീ എങ്ങോട്ടാ? കളിക്കാൻ വരുന്നില്ലേ? ചിരുത ചിരിച്ചു. മുല്ലമുട്ട് വിടരും പോലെ കയ്യിലെ പാവക്കുട്ടിയെ മാറോടണക്കി വെച്ചു. ഞാൻ തമ്പുരാട്ടിയാവാൻ പോകാ കുഞ്ഞിപ്പെണ്ണേ. മഞ്ചൽ നീങ്ങി. കയ്യിലെ പാവക്കുട്ടി കണ്ണടച്ച് കിടന്നു. കോലോത്ത തറവാടിന്റെ ആനത്തലയുള്ള കരിങ്കൽപ്പടി കടക്കുമ്പോൾ കാലിലെ കൊലുസ് ശ്മശാനത്തിലേക്കുള്ള വാദ്യമേളം പോലെ ചിലമ്പിക്കൊണ്ടിരുന്നു. പടി കടന്നതും വാതിലടഞ്ഞു. സൂര്യൻ അസ്തമിച്ചു. ഒരു ബാല്യവും. തമ്പ്രാന്റെ മുറിയിൽ ചന്ദനത്തിരിയുടെ ഗന്ധം നിറഞ്ഞു. നിറയിറങ്ങിയ താടിരോമങ്ങൾക്കിടയിലൂടെ വെറ്റിലക്കറകൾ പല്ലിടിച്ചു നിന്നു. രാത്രിയിൽ തമ്പ്രാന്റെ മുറിയിലെ വിളക്ക് ചിരിതയുടെ ബാല്യത്തിന്റെ ശവപ്പെട്ടിയായി മാറി. ആർത്തനാദങ്ങൾ അകത്തളങ്ങളിൽ തലയടിച്ചു വീണു. ചിരിതയുടെ കാലിലെ വെള്ളിക്കൊലുസുകൾ അലമുറയിട്ടു കരഞ്ഞു. കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാൻ എന്നോണം മേലാളക്കട്ടിലിനു താഴെ അവളുടെ പാവക്കുട്ടിയുടെ കണ്ണുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. 6 മാസം കഴിയവേ അവളിൽ ഉടുക്കപ്പെട്ട വെള്ളമുണ്ടിൽ വിധവയുടെ അടയാളങ്ങൾ രൂപപ്പെട്ടു. തമ്പ്രാൻ മരിച്ച രാത്രിയാണ് അവളിലെ പേടിയുടെ വിളക്കണഞ്ഞു പോയതും പാവക്കുട്ടി കണ്ണുപൊത്താതിരുന്നതും പിന്നെ ആശ്വാസത്തിൻ്റെ നിലാവുദിച്ചതും. പക്ഷേ ഇരുട്ടിന് ഒരുപാട് രൂപങ്ങളുണ്ടായിരുന്നത്രേ. മഴ നിലയ്ക്കാത്ത അന്നാണ് ഇരുട്ട് കേശവൻ നായരുടെ രൂപത്തിൽ മുറിയിലേക്ക് കയറി വന്നത്. ചുണ്ടിലെ വഷളൻ ചിരി അയാൾ ചിരുതയുടെ ശരീരത്തിൽ ചാരിവെച്ചു. പേടിക്കണ്ട, ഞാൻ അമ്മാവന്റെ സ്ഥാനത്താണ്. അടഞ്ഞ വാതിലുകൾ വിരസതയുടെ ശീമക്കാടുകൾ കയറി. പാവക്കുട്ടി പിന്നെയും കണ്ണുകൾ അടച്ചു. അമ്മാവന്മാരും മുറിയിൽ വരുമെന്ന് ആ രാത്രിയാണ് അവൾ അറിഞ്ഞത്. തമ്പ്രാനെ
കൊലുസ് അഴിച്ചു വെക്കണം. വിധവമാർ ശബ്ദമുണ്ടാക്കരുത്. കാര്യസ്ഥന്റെ ശബ്ദം അടഞ്ഞ വാതിലിലൂടെ തുളച്ചു കയറി. അല്ലെങ്കിലും ശബ്ദമില്ലാതായത് കൊലുസിന് മാത്രമല്ലല്ലോ, അവൾക്കും കൂടിയല്ലേ. നിലവിളികൾ ആര് കേൾക്കാൻ? കോലോത്തെ ചുമരുകൾക്ക് ചെവിയില്ലത്രേ. പക്ഷേ ഒരു നാൾ അവളുടെ വയർ വീർത്ത് വന്നപ്പോഴാണ് നാട്ടിലെ ചുമരുകൾക്ക് നാവുമുളച്ചത്. അവളുടെ ചാരിത്ര്യം തമ്പ്രാനെ ചതിച്ചു. കുത്തുവാക്കുകൾ സൂചി പോലെ തറച്ചു നിന്നു. പ്രസവവേദന വന്ന അന്ന് പുറത്ത് രാത്രി മഴ തലതല്ലിക്കരഞ്ഞു. ഇരുട്ട് വിഴുങ്ങിയ മുറിക്കുള്ളിൽ അവളുടെ നിലവിളികൾ ആരും കേൾക്കാതെ ഒടുങ്ങവേ വാതിലുകൾ ആരോ പതിയെ തുറന്നു. പുറത്തെ മഴ ചവിട്ടി അയാൾ ചിരിതയുടെ അരികിലെത്തി നിന്നു. കട്ടിലിനടിയിൽ പാവക്കുട്ടി ഒരിക്കൽ കൂടി കണ്ണുകൾ ഇറുകെ അടച്ചു. വെറ്റിലക്കറകൾ അവളുടെ ശരീരത്തിലൂടെ പരതി നടന്നു. കൊടും വേദനയ്ക്കപ്പുറം നിസ്സഹായതയുടെ കണ്ണീർത്തുള്ളികൾ ഉരുകിപ്പടർന്നു. അടിവയറ്റിൽ വിടരാൻ നിന്ന ഒരു പൂവ് ചുടു രക്തത്തിൽ കൊഴിഞ്ഞു വീണു. ഈ ലോകം കരയാൻ മാത്രമുള്ളതാണെന്ന് ജനിക്കും മുൻപേ ആ ജീവനും പഠിച്ചു കാണും. ഇരുട്ടിന് അന്ന് കാര്യസ്ഥന്റെ രൂപമായിരുന്നു. കുളക്കടവിലെന്ന് പൗർണമി നിലാവ് അവൾക്ക് മാത്രമായി ഉദിച്ചു നിന്നു. തെളിഞ്ഞ വെള്ളത്തിൽ അവളുടെ നിഴൽ പരന്നു കിടന്നു. രക്തക്കറ പുരണ്ട വെള്ളമുണ്ടും വിതുമ്പിയ ചുണ്ടുകളും ശൂന്യമായ കണ്ണുകളിൽ നീർത്തടങ്ങൾ വറ്റിത്തളർന്നിരുന്നു. അവൾ പതിയെ വെള്ളത്തിലേക്കിറങ്ങി. കാൽമുട്ടിൽ, പിന്നെ അരയിൽ, പതിയെ കഴുത്തിൽ. വെള്ളത്തിൻ്റെ അടിയാഴങ്ങൾ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അവളുടെ കൈകളിൽ പറ്റിപ്പിടിച്ച പച്ചരക്തം വെള്ളത്തിനു മുകളിൽ ഇരുട്ട് വിട്ടൊഴിഞ്ഞ ഉദയസൂര്യനെ പോലെ ചുവന്നു പടർന്നു. പിറ്റേന്ന് കോലോത്തെ കുളം നിശബ്ദമായിരുന്നു. പക്ഷേ കൽപ്പടവിൻ്റെ ഓരത്ത് ചിരിതയുടെ പാവക്കുട്ടി കണ്ണുകൾ പൊത്തിപ്പിടിച്ച് കിടപ്പുണ്ട്. അതിനരികിലായി കിടന്ന അരിവാളിൽ തളം കെട്ടി നിന്ന രക്തത്തിന് കോലോത്തെ കാര്യസ്ഥന്റെ മണമുണ്ടായിരുന്നു. അപ്പോഴും മറ്റൊരു കോലോത്തെ വിളക്കണയാത്ത മുറിക്കുള്ളിൽ തമ്പ്രാന്റെ കട്ടിലിൽ വെള്ളിക്കൊലുസുകൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു.